തിരുവനന്തപുരം കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേഭാരത് ട്രെയിനിന് മുന്നിലേക്ക് ഓട്ടോറിക്ഷ ഓടിച്ചു കയറ്റിയ ഡ്രൈവർ റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ. മദ്യലഹരിയിലാണ് ഇയാൾ റെയിൽവേ ട്രാക്കിലേക്ക് ഓട്ടോ കയറ്റിയതെന്ന് പോലീസ് പറയുന്നു. അപകടത്തിൽ ഓട്ടോറിക്ഷ ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് 1.5 മണിക്കൂറിലധികം വൈകിയാണ് ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിലെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. വിവരങ്ങൾ ലഭിച്ചതനുസരിച്ച് അധികം ഗതാഗതമൊന്നും എത്താത്ത ഒരു സ്ഥലത്തായിരുന്നു ഈ ഓട്ടോ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇയാൾ അവിടെ എന്തിനെത്തി എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ? ഗുഡ് മോർണിംഗ് അനുശ്രീ. ഇന്നലെ രാത്രി ഏകദേശം 12 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത്. കല്ലമ്പലം സ്വദേശിയായ സുധി എന്ന ആൾ ഓടിച്ച ഓട്ടോറിക്ഷയാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. റെയിൽവേ ട്രാക്കിന് സമാന്തരമായ ഉണ്ടായിരുന്ന റോഡിൽ കൂടി ഈ വാഹനം ഓടിച്ചു പോവുകയായിരുന്നു എന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. ഈ സമയം ഈ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ റോഡിൽ മൺകൂനകൾ ഉണ്ടായിരുന്നു. ഇതിലിടിച്ച ശേഷം ഈ വാഹനം നിയന്ത്രണം തെറ്റി ഈ ട്രാക്കിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഈ വാഹനം ട്രാക്കിൽ കയറി മറിഞ്ഞ ഉടൻ തന്നെ ഇയാൾ ട്രാക്കിന് പുറത്തേക്കാണ് ഡ്രൈവർ തെറിച്ചു വീണത്. ഈ വാഹനത്തിൽ മറ്റ് യാത്രക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് വലിയ അപകടങ്ങൾ, ഈ വാഹനം മറിഞ്ഞുള്ള അപകടമല്ലാതെ മറ്റ് പരിക്കുകളൊന്നും തന്നെയില്ല. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ് ഇതിലൂടെ ഒഴിവായത്. ഇയാൾ കല്ലമ്പലം സ്വദേശിയാണ്. ഇയാൾ എന്തിന് ഈ ഭാഗത്ത് വന്നു എന്നതിനെ കുറിച്ചൊക്കെ പോലീസ് ഇപ്പോൾ ഇയാൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും വാഹനം ഏകദേശം ഭാഗികമായി തന്നെ തകർന്നിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ് ഇതിലൂടെ ഒഴിവായത്. ഈ ഭാഗം പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഗം മറ്റു വാഹനങ്ങൾ എത്തിച്ചേരാൻ പാടുള്ള ഒരു ഒഴിഞ്ഞ ഭാഗമാണ്. 2 റെയിൽവേ സ്റ്റേഷനുകൾക്ക് മധ്യഭാഗത്തായുള്ള ഭാഗമാണ്. അടുത്ത് തന്നെ ഒരു പാലവും ഉണ്ടായിരുന്നു. ഈ വളരെ ആള് തിരക്ക് കൊഴിഞ്ഞ അല്ലെങ്കിൽ ജനവാസം കുറഞ്ഞ ഭാഗത്താണ് ഈ അപകടം ഉണ്ടായത്. അനുശ്രീ, ശരി. അഭിലാഷാണ് ആറ്റിങ്ങിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.